ഹായ് ഓൾ, ദിസ് ഈസ് അവർ ഈവനിങ് ടൈം. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഡേവിഡ് കുട്ടനെ അങ്ങ് പുറത്തേക്ക് വിട്ടേക്കും. ഡേവിഡ് കുട്ടൻ ഇഷ്ടപ്പെടുന്ന ഓരോ കളികളിലായിട്ട് ഏർപ്പെടുവേ. ഇന്ന് JCB ഉപയോഗിച്ച് മണ്ണ് വാരിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ പപ്പയും ഉണ്ട്. ഞാനും ആദവും കൂടെ മുറ്റത്തൂടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് കുട്ടൻ JCB ഉപയോഗിച്ച് മണ്ണ് വാരുന്നു, ലോറി നിറയ്ക്കുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആദവും അടുത്ത് തന്നെയുണ്ട്. പപ്പയും മമ്മിയും ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ കാണാനായിട്ട് ആൻറ്റി വന്നായിരുന്നേ. അപ്പോൾ ആൻറ്റിയോട് കുറേ നേരം സംസാരിച്ചു. പിന്നെ ഡേവിഡ് കുട്ടനെ പുറത്ത് ഇറക്കിയാൽ അകത്ത് കയറ്റാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, പുറത്തിറങ്ങി കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. കളിയെല്ലാം കഴിയുമ്പോഴത്തേക്കും മേത്ത് നിറച്ചും പൊടിയായിരിക്കും. ലാസ്റ്റ് കുളിപ്പിച്ച് കയറ്റുവാണ് ചെയ്യുന്നത്. നമ്മൾ പിള്ളേരെ അകത്തിരുത്തി ഇങ്ങനെ റൂമൊക്കെ അടച്ചിരുത്തുന്നതിനേക്കാട്ടിലും എത്രയോ നല്ലതാണ് പുറത്തിറക്കി അവരുടെ ഇഷ്ടത്തിന് വിടുന്നത്. ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് അധികം ഡേവിഡ് കുട്ടൻ പുറത്ത് തന്നെയാണ് കേട്ടോ. ആദ്യമാണെങ്കിലും അടുത്ത് അവൻ്റേതായ രീതിയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കല്ല് വാരി വായിടാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അത് എടുത്തു മാറ്റുന്നുണ്ട്. പിന്നെ ഡേവിഡ് കുട്ടൻ അടുത്ത ട്രിപ്പ് മണ്ണ് വാരാനായിട്ട് പോയി. കൂടെ പപ്പയും പോയി. വണ്ടിയൊക്കെ വരുന്ന റോഡാണ്, അതുകൊണ്ട് തന്നെ നല്ലോണം സൂക്ഷിച്ചാണ് ഇറക്കുന്നത്. കൂടെ ഒരാൾ എന്തായാലും കാണും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പം ബക്കറ്റ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഡേവിഡ് കുട്ടൻ്റെ കൂടെ ഞാനും കളിക്കാൻ കൂടി. അങ്ങനെ ഡേവിഡ് കുട്ടനും ആദവും ഞാനും കൂടെ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി. നമ്മുടേതായ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമല്ലോ, അപ്പോഴല്ലേ അവർക്കൊരു സന്തോഷമാകത്തുള്ളൂ, നമുക്കൊരു സന്തോഷം. അങ്ങനെ പിള്ളേരുടെ കൂടെ ഞാനും കുറച്ച് നേരം കളിക്കാനൊക്കെ തുടങ്ങി. മണ്ണൊക്കെ ഇട്ട് കൊടുത്തു, ലോറിയൊക്കെ നിറച്ച് കൊടുത്തു. അങ്ങനെ ഓരോ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡേവിഡ് കുട്ടൻ ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞു. അങ്ങനെ ആൾ തന്നെ പോയി ബക്കറ്റിലെ വെള്ളത്തിൽ കയറിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കുളിപ്പിക്കുമല്ലേ, കുറച്ച് നേരം ബക്കറ്റിലെ വെള്ളത്തിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ബക്കറ്റിലെ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ കളിയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ഇപ്പം ആണെങ്കിൽ ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓലയുടെ അടിയിലായതുകൊണ്ട് എനിക്കധികം മഴയൊന്നും കൊള്ളുന്നില്ല, ചെറുതായിട്ട് വരുന്നതേ ഉള്ളേ. മഴയത്ത് ഞാനും ഡേവിഡ് കുട്ടനും പുറത്ത് തന്നെയായിരുന്നേ. അപ്പോഴത്തേക്കും പപ്പ കടയിലൊക്കെ പോയി വന്നു. ഡേവിഡ് കുട്ടനും ആദൂനും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ. അപ്പം അതിൽ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളെ ഇപ്പി കഴിച്ചിട്ട് അങ്ങനെ ഇപ്പിയും കൂടെ മേടിച്ചായിരുന്നേ. അങ്ങനെ വൈകുന്നേരം ഇപ്പിയും ചായയും ഒക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ ഇപ്പി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പൂച്ച വന്നു. പൂച്ചയ്ക്കും കുറച്ച് കൊടുത്തു. അവന് നല്ലോണം ഇഷ്ടമായിരുന്നേ. മഴ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.